പിന്നെ പ്രേമം സിനിമയിൽ മലർമിസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ഒന്നുകൊണ്ട് റെഡിയായി വരാൻ കുറച്ച് റാഗിങ് ഒക്കെ നല്ലതാണ് എന്നുള്ളതാണ്. ഹൃദയം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നായകൻ റാഗിങ്ങിന് വിധേയനാവുകയും പിന്നീട് അയാൾ റാഗിങ്ങിൻ്റെ അപ്പോസ്റ്റലിനായിട്ട് മാറുകയാണ് അടുത്ത വർഷം ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ. അപ്പോൾ റാഗിങ്ങിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന വലിയ പ്രവണത കേരളത്തിലുണ്ട് എന്നുള്ളത് പിന്നെ ഈ പറയുന്ന സിനിമകളിലൂടെയൊക്കെ തന്നെ വല്ലാതെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകണം. റാഗിങ്ങിനെതിരായിട്ടുള്ള സിനിമകൾ, റാഗിങ്ങിൻ്റെ അപകടം വിളിച്ചോന്ന സിനിമകളൊക്കെ മുമ്പ് വന്നിരുന്നു. പക്ഷേ ഇതൊരു നോർമൽ സാധനമാണ്, ഒരു ക്യാമ്പസായാൽ നടക്കേണ്ട ഒന്നാണ് എന്നുള്ള ഒരു നോർമലൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്, ഒരു സാമാന്യവൽക്കരണം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ബോധതലത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ ഞാൻ സിനിമ പറഞ്ഞുകൊണ്ട് അതെന്നെ പറയാം. ഇപ്പോൾ ഒരു സിനിമ അങ്ങനെ പറയില്ല. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭീകരമായ വയലൻസ് ഉള്ള സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ആഘോഷിക്കപ്പെടുക. ഇത് കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ഇത് വളരുന്ന കുട്ടി ഇപ്പോൾ അത്തരത്തിൽ ചില വീഡിയോ ഒക്കെ കണ്ടു. പ്ലസ് വണ്ണുകാരൻ പാട്ട് പാടി എന്നുള്ളതിൻ്റെ പേരിൽ പ്ലസ് ടുക്കാർ പ്ലസ് വണ്ണുകാരനെ അടിച്ചിട്ട് പിന്നെ വലിയ BGM ഒക്കെ ഇട്ടിട്ട് അത് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടുകയാണ്. അപ്പോൾ അതിന് സ്വീകാര്യത കിട്ടുന്ന ഒരു നിലയിലേക്ക് വരുന്നു. അപ്പോൾ വലിയ ഒരു പ്രതിരോധം ഇതുമായി ബന്ധപ്പെട്ട് വേണം.